ഹലോ മക്കൾ, ശ്രീഭാമ മിസ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചാലോ? നമുക്ക് എല്ലാവർക്കും ബ്ലഡ് വെക്കുന്ന സമയത്ത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് അല്ലേ? പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പല അസുഖങ്ങളും നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഇന്ന പ്രശ്നങ്ങളാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നോക്കുന്നത്? ബ്ലഡിനകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലഡ് സെല്ലുകളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലഡ് സെൽസ് ഏതൊക്കെയുണ്ട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു മഞ്ഞ നിറമുള്ള ദ്രാവകമായിട്ടുള്ള ലിക്വിഡ് പോർഷൻ ആണ്. അതേപോലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു. അത് നിങ്ങൾ ആലോചിക്കുക. പ്ലേറ്റിൽ കട്ടയ്ക്ക് എന്തെങ്കിലും വെച്ചോന്ന് നിങ്ങൾ പറയാന്ന് ആലോചിക്കുക. അപ്പൊ പ്ലേറ്റ് കട്ട, അപ്പൊ രക്തം കട്ട പിടിക്കാൻ പ്ലേറ്റ്ലെറ്റ്സ്. അതെങ്ങനെയാണ് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഷേപ്പും പഠിച്ചു വെക്കണം. RBC എന്ന് പറഞ്ഞ ഡിസ്ക് ഷേപ്പാണ്. RBC ഡിസ്കോ എന്ന് പഠിച്ചു വെക്കുക. ഡിസ്ക് ഷേപ്പാണ്. മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാ ഭാഗത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഫംഗ്ഷൻ. പിന്നെ WBCന് പ്രത്യേകിച്ച് ഒരു ഷേപ്പും ഇല്ല. പല പല ഷേപ്പുകൾ കാണുന്ന ആളാണ് വെളുത്ത രക്തകോശം എന്ന് പറയുന്നത്. അതുപോലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. സോ പ്ലാസ്മ ഗ്ലൂക്കോസിനെ എത്തിക്കുന്നു. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. RBC ട്രാൻസ്പോർട്ട് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഡിസ്ട്രോയ് പാത്തോജൻസിന് വേണ്ടിയിട്ട് WBCയും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. അവഞ്ചേഴ്സിന്റെ ഇപ്പോൾ ഒരു ഓഫറും കൂടി ഉണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് റിവിഷൻ മാത്രമാണ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഓപ്ഷനാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പം മിടുക്കറായിട്ട് നമ്മുടെ ബാച്ചിൽ ഉണ്ടാവണം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണാം. Bye-bye.